നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിർത്തിയത് സെറ്റിനെ കുറിച്ചായിരുന്നു പഠിച്ചു നിർത്തിയത്. ഇന്ന് നമുക്ക് ആ സെറ്റിൻ്റെ ഉപയോഗിച്ചിട്ടിരുന്ന ബ്രാക്കറ്റ് കള്ളി ബ്രാക്കറ്റായിരുന്നു സെറ്റിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമുക്ക് മനസ്സിലായി. ഇനി ഈ കള്ളി ബ്രാക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് പുതിയതായിട്ടുള്ള ഒരു പഠനം നോക്കുന്നത്. നമുക്കിന്നൊരു ഡിക്ഷണറി എങ്ങനെയാണ് പൈത്തോണിൽ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചിരുന്ന പോലെ ഞാനൊരു വാല്യൂ എടുക്കുന്നുണ്ട്. ഡേറ്റ എന്നുള്ള വേരിയബിളിലോട്ടാണ് ഞാനിത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ ഉള്ള ബ്രാക്കറ്റില്ല, കള്ളി ബ്രാക്കറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഡിക്ഷണറിക്ക് വേണ്ടി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു കമ്പ്യൂട്ടർ എണ്ണുന്നത് 0-ൽ നിന്നാണ്, 1 2 3 4 എന്നല്ല. നമുക്ക് പക്ഷേ 0th പൊസിഷൻ എന്നുള്ളത് നമുക്ക് അത്ര സ്യൂട്ടബിൾ അല്ല. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടും നമുക്ക് ഇത് ഉപയോഗിക്കാമെന്നാണ്. അപ്പോൾ എനിക്ക് വേണ്ടത് 1 എഴുതുമ്പോൾ എനിക്ക് ആദ്യത്തെ വാല്യൂ കിട്ടണം, 2 എഴുതുമ്പോൾ രണ്ടാമത് എഴുതിയ വാല്യൂ കിട്ടണം, 3 എഴുതുമ്പോൾ മൂന്നാമത് വാല്യൂ എഴുതണം, 4 എഴുതുമ്പോൾ നാലാമത് കൊടുത്ത വാല്യൂ കിട്ടണം. അങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാമെന്നാണ്. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇതിന് പറയുന്നത് 1 എന്നാണ്. നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ വാല്യൂ കിട്ടണം. അപ്പോൾ ഇതിന് പറയുന്നത് കീ എന്നാണ്. അപ്പോൾ 1 കോളൻ ഇട്ട് കഴിഞ്ഞാൽ ഇതിന് പറയുന്നത് കീ എന്നാണ്. ഇനി നമ്മൾ 1 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പേര് നവീൻ എന്നാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനിവിടെ ആ പേര് എഴുതി കൊടുക്കും, നവീൻ എന്ന് എഴുതി കൊടുത്തു. ഇനി കോമ എഴുതും. ഇനി 2 ടൈപ്പ് ചെയ്യുമ്പോൾ 2 എന്നുള്ള കീ ടൈപ്പ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടേണ്ടത് കിരൺ എന്നുള്ള പേരാണെങ്കിൽ ഞാൻ കിരൺ എന്ന് സിംഗിൾ ഇൻവേർട്ടർ കോമയിൽ ഇടുന്നു, കിരൺ എന്ന് ഇടുന്നു. ഇനി എനിക്ക് 3 വേണ്ട, 4 എന്നുള്ള മതിയെങ്കിൽ അപ്പോൾ കോളൻ ഇട്ടു. അതിനുശേഷം എനിക്ക് വേണ്ടത് ഹാർഷ് എന്നുള്ള പേരാണ്, ഹാർഷ് എന്നുള്ള പേരാണ് വേണ്ടെങ്കിൽ അത് വിട്ടു. അതിനുശേഷം ഞാൻ കള്ളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി ഞാൻ ഡേറ്റ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിനുള്ളിലുള്ള കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. ഇനി നമുക്ക് 1 എഴുതുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് എന്താണെന്ന് നോക്കാം. ഡേറ്റ ഓഫ് 1 എന്നാണ് നമുക്ക് ഡേറ്റയിൽ ഒന്നാമത്തെ ഡേറ്റ എന്ന വാല്യൂവിൽ 1 എന്നുള്ള കീക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇങ്ങനെ കൊടുത്ത് വെച്ച് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നവീൻ. ഇനി നമുക്ക് ഡേറ്റയിലെ രണ്ടാമത്തെ വാല്യൂ എന്താണെന്ന് അറിയണമെങ്കിൽ ഡേറ്റ ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ് ഇടണം. രണ്ടാമത്തെ ഇട്ടു, നമുക്ക് കിട്ടുന്ന വാല്യൂ രണ്ടാമത് കിടക്കുന്ന കിരൺ എന്നുള്ളതാണ്. ഇനി നമുക്ക് ഡേറ്റയിലെ 3 എന്നുള്ള അക്കം അവിടെ നമ്മളൊന്നും കൊടുത്തിട്ടില്ല. 3ാമത് കിടക്കുന്ന വാല്യൂ എന്താണെന്ന് നോക്കുമ്പോൾ നമുക്കിവിടെ കിട്ടുന്ന എററാണ്. അതായത് 3ൽ നമ്മൾ പ്രത്യേകിച്ച് വാല്യൂസ് ഒന്നും കിട്ടത്തില്ല. അതായത് നമ്മൾ 3ൽ നമ്മൾ പ്രത്യേകിച്ച് വാല്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ 3 എന്ന കീ ഇവിടെ വർക്കാവില്ല. അപ്പോൾ നമുക്ക് അവിടെ എററായിരിക്കും കിട്ടുന്നത്. എന്നാൽ നമുക്ക് ഇത് എററാകാതെ എങ്ങനെ ചെയ്യണമെന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മളതിന് കൊടുക്കുന്ന ഡേറ്റ ഡോട്ട്, അതിന് ശേഷം കൺട്രോൾ ഞെക്കി പിടിച്ച് സ്പേസ് ഇട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ വിവിധ തരത്തിലുള്ള വാല്യൂസ് കിട്ടും. ഇത് നിങ്ങൾക്ക് അല്ലാതെ ചെയ്ത് നോക്കാനാണ്. ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഗെറ്റ് മാത്രം എടുക്കണം. ഗെറ്റ് ഓഫ് 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ 3ൽ വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഗെറ്റ് ഓഫ് 3, അപ്പോൾ നമുക്കിവിടെ അത് എററല്ല, ഞാൻ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എറർ കിട്ടുന്നില്ല. അപ്പോൾ ഇത് ഒരു ഫംഗ്ഷനായിട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് എറർ കിട്ടുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് ഒന്നാമത്തെ വാല്യൂ എങ്ങനെ ഇത് ഈ ഒരു മെത്തേഡിലൂടെ നോക്കാം. ഡേറ്റ ഡോട്ട് ഗെറ്റ് ഓഫ് ഒന്നാമത്തെ വാല്യൂയാണ് നമുക്ക് വേണ്ടത് 1, കോമ. അത് ഉണ്ടെങ്കിൽ ആ വാല്യൂ കൊടുക്കണം. അവിടെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടത് നോട്ട് ഫൗണ്ട് എന്നുള്ള വാല്യൂയാണ് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ നോട്ട് ഫൗണ്ട് എന്ന് കൊടുക്കുക. നോട്ട് ഫൗണ്ട് എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് നവീൻ എന്നുള്ള ഇവിടെ നമുക്കറിയാം ഒന്നുമില്ല, അവിടെ വാല്യൂ ഉണ്ട്, നവീൻ എന്നുള്ള പേര് കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് നോട്ട് ഫൗണ്ട് എന്നുള്ള വാല്യൂ ആണ് കിട്ടുന്നത്. നമുക്ക് നോക്കാം, നവീൻ എന്നുള്ള പേര് കിട്ടി. അപ്പോൾ നമ്മളിവിടെ 3 എന്നുള്ള വാല്യൂവിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് അതിനുള്ള പ്രോഗ്രാം എഴുതണം. അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ പേര് കിട്ടണം, ഇല്ലെങ്കിൽ നമുക്ക് നോട്ട് ഫൗണ്ട് എന്നാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ അന്നേരം അവിടെ ഡേറ്റ ഡോട്ട് ഗെറ്റ് ഓഫ് 3 അവിടെ വാല്യൂ ഉണ്ടെങ്കിൽ നമുക്കിത് കിട്ടണം, അല്ലെങ്കിൽ നോട്ട് ഫൗണ്ട് എന്ന് കിട്ടണം. അത് നമ്മൾ നോട്ട് ഫൗണ്ട് എന്നാണ് നമുക്ക് പ്രിൻ്റ് ചെയ്ത് വരേണ്ടതെങ്കിൽ, നോട്ട് ഫൗണ്ട് എന്നാണ് നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടി വരേണ്ടതെങ്കിൽ നമുക്ക് അവിടെ സിംഗിൾ കോളിൽ നമ്മൾ ഇട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് നമുക്കവിടെ നോട്ട് ഫൗണ്ട് എന്നുള്ള വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു വെബ് ബ്രൗസറിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കവിടെ നോട്ട് ഫൗണ്ട് ആണ് കാണുന്നതെങ്കിൽ
അവിടെ കൊടുത്തിരിക്കുന്ന പ്രോഗ്രാമിങ് ഈ ഒരു രീതിയിലായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഞാൻ ഇവരുടെ പേരിൽ തന്നെ വേറൊരു വേരിയബിൾ നോക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച പോലെ ഒരു വേരിയബിളിലോട്ട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാല്യൂസ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ കീസ് എന്നുള്ള ഒരു വേരിയബിൾ എടുക്കുന്നു. അതിലോട്ട് ഞാൻ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാല്യൂസ് കൊടുക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻറ്റിജറാണ് കൊടുത്തിരുന്നത്, അതായത് സംഖ്യകൾ അവിടെ കൊടുത്തേക്കും. നമുക്ക് ഇന്ന് സ്ട്രിങ് കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഇന്ന് സ്ട്രിങ് അവിടെ കൊടുക്കണം. സ്ട്രിങ് കൊടുക്കുമ്പോൾ നമുക്കറിയാം സിംഗിൾ ഇൻവെർട്ടർ കോട്ട്സിൽ കൊടുക്കണം. അപ്പോൾ അത് കീസിൽ നമ്മൾ ഇവിടെ നവീൻ എന്ന് നമ്മൾ കൊടുക്കുന്നു. രണ്ടാമത്തെ പേര് നമ്മൾ വീണ്ടും കിരൺ കൊടുക്കുന്നു. കിരൺ. മൂന്നാമത്തെ പേര് ഹാഷ് എന്ന് കൊടുക്കുന്നു. ഇനി നമുക്ക് നവീന് ഇഷ്ടം പൈത്തണാണ്, കിരൺ ഇഷ്ടം ജാവയാണ്, ഹാഷിന് ഇഷ്ടം ജാവ സ്ക്രിപ്റ്റ് ആണെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു വേരിയബിൾ കൊണ്ട് നോക്കാം. അതിനുള്ള വാല്യൂസ് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനിപ്പോൾ വാല്യൂസ് എന്നുള്ള കൊടുക്കുന്നുള്ളൂ. വാല്യൂസ് അതായത് സ്ക്വയർ ബ്രാക്കറ്റിൽ നവീന് ഇഷ്ടമുള്ളത് പൈത്തണാണ്, അപ്പോൾ പൈത്തൺ കൊടുത്തു. കിരൺ ഇഷ്ടമുള്ളത് ജാവയാണ്, ജാവ. ഇനി ഹാർഷിന് ഇഷ്ടമുള്ളത് ജാവ സ്ക്രിപ്റ്റ് ആണെന്ന് വിചാരിക്കും, JS. അപ്പോൾ നമ്മളത് കൊടുത്തു. ഇനി ഇത് നമുക്ക് രണ്ടും മിക്സ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡാണ് ഡേറ്റ എന്ന് പറഞ്ഞ് നമ്മൾ വേറൊരു വേരിയബിൾ കൊടുക്കുന്നു, ഈക്വൽസ്. ഇതിലോട്ട് നമ്മൾ ഇത് രണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഡേറ്റ ഈക്വൽസ്. നമ്മൾ മുമ്പ് കൊടുത്ത ഡേറ്റ അല്ല, ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ ഡേറ്റ എന്ന് പറഞ്ഞ് മറ്റൊരു വേരിയബിൾ എടുത്തിരിക്കുന്ന ഡേറ്റ ഈക്വൽസ് ഡിക്ഷണറിയുടെ DICT നമ്മളിത് പിന്നെ ഇത് നമ്മൾ സിപ്പ് ചെയ്യണം. അതായത് ആദ്യത്തെ രണ്ടാമത്തെ നമ്മൾ സിപ്പ് ചെയ്യണം. നവീന് പൈത്തൺ ആണ് ഇഷ്ടം, കിരണിന് ജാവയാണ് ഇഷ്ടം, ഹാഷിന് JS ആണ് ഇഷ്ടം. അപ്പോൾ അതിന് നമ്മൾ സിപ്പ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഡിക്ഷണറി ഓഫ് അതിനകത്ത് സിപ്പ് കൊടുക്കണം. സിപ്പിനകത്ത് നമ്മൾ ഏതൊക്കെയാണ് ഇതിൻ്റെ ആദ്യം വരേണ്ട പേരാണ് വരേണ്ടത്. അപ്പോൾ അത് കൊടുത്തിരിക്കുന്ന വേരിയബിൾ കീ ആണ്. സിപ്പ് ആദ്യം നമ്മൾ കൊടുക്കേണ്ട കീസ്. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മളിവിടെ സിംഗിൾ ഇൻവെർട്ടർ കോമയിലല്ല കൊടുത്തിരിക്കുന്നത്. കാരണം ഇത് നമ്മൾ സ്ട്രിങ് ആയിട്ടല്ല എടുക്കേണ്ടത്. ഇതിന് നമ്മളൊരു വാല്യൂ കൊടുത്തിട്ടുണ്ട്, കീസ് കോമ. രണ്ടാമത് വരേണ്ടത് വാല്യൂസ് ആണ്. വാല്യൂ. അതിന് ശേഷം നമ്മൾ ബ്രാക്കറ്റുകൾ ക്ലോസ് ചെയ്തു. അപ്പോൾ ഒന്നാമത്തെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, സിപ്പിൻ്റെ അവിടെ രണ്ടാമതൊരു ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി അവിടെ ബ്രാക്കറ്റുകളൊന്നും ക്ലോസ് ചെയ്യാനില്ല. അതിന് ശേഷം എൻ്റർ അടിക്കുക. അതിന് ശേഷം നമ്മൾ ഡേറ്റ എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഡേറ്റയിൽ കിട്ടിയിരിക്കുന്നത് നമുക്ക് നവീൻ, അതിന് കോളനായിട്ട് പൈത്തൺ, കിരൺ ജാവ, ഹാർഷ് JS. അതായത് നമ്മൾ മുമ്പ് ഇവിടെ ഇതിപ്പോൾ ഒരു കീ ആയിട്ട് കിട്ടിയിരിക്കണം. കിരൺ എന്നുള്ള രണ്ടാമത്തെ കീ, ഹാർഷ് എന്നുള്ളത് മൂന്നാമത്തെ കീ. ഇനി നമ്മൾ മുമ്പ് കൊടുത്ത പോലെ ഡേറ്റ ഓഫ് നവീൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പൈത്തൺ ആയിരിക്കും. അത് നമുക്ക് നോക്കാതെ ഡേറ്റ ഓഫ് നവീൻ കൊടുത്തു. നവീൻ, ഡേറ്റ ഓഫ് നവീൻ. ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ആയിരുന്നു. ഡേറ്റ ഓഫ് നവീൻ എന്ന് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൈത്തൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതൊരു കീ ആയിട്ട് കിട്ടിയിരിക്കുന്നത്, കിരൺ എന്നുള്ളത് കീ ആയിട്ട് കിട്ടുന്നത്. നമ്മൾ മുമ്പേ ഇൻറ്റിജറാണ് കീ ആയിട്ട് കൊടുത്തിരുന്നത്. ഇവിടെ നമ്മൾ സ്ട്രിങ് ഒരു കീ ആയിട്ട് നമ്മൾ എടുത്തിരിക്കണം. അതായത് രണ്ട് വേരിയബിളിലുള്ള കാര്യങ്ങൾ നമ്മൾ സിപ്പ് ചെയ്ത് നമ്മൾ അകത്ത് അതായത് കീക്കകത്ത് കീസിലെ ഇത് മൊത്തം നമ്മൾ കീ ആയിട്ട് എടുത്തിരിക്കുന്നു. അതിനുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് രണ്ട് വേരിയബിൾ നമുക്ക് ഇങ്ങനെ മിക്സ് ആക്കാനായിട്ട് സാധിക്കും. അതിനുപയോഗിക്കുന്ന ഡിക്ഷണറി സിപ്പ് എന്നുള്ളതാണ്. ഡിക്ഷണറിക്കകത്ത് DICT എന്നുള്ള ആദ്യത്തെ 4 ലെറ്റർ മാത്രമേ എടുക്കുകയുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മോണിക്ക എന്നുള്ള പേരുണ്ടോ എന്ന് നോക്കണം. ഡേറ്റ അതിനകത്ത് നമുക്ക് മോണിക്ക എന്ന പേര് നോക്കണമെങ്കിൽ നമുക്ക് ഇന്ന് കാണിക്കാം. സ്ക്വയർ ബ്രാക്കറ്റിലാണിത്. മോണിക്ക എന്നുള്ള പേര് നമ്മൾ നോക്കി ഉണ്ടോ എന്ന് നോക്കുക. അതിനകത്ത് ഇപ്പോൾ പേരില്ല. ഡേറ്റയ്ക്കകത്ത് മോണിക്ക എന്നുള്ള പേരില്ല. അപ്പോൾ നമുക്ക് ഈ പേര് നമുക്ക് ഡേറ്റയ്ക്കകത്ത് ആഡ് ചെയ്യണമെങ്കിൽ, അതായത് കൂട്ടിച്ചേർക്കണമെങ്കിൽ നമ്മൾ അവിടെ ചെയ്യുന്നത്, അവിടെ കൊടുക്കുന്ന ഡേറ്റ ഓഫ് മോണിക്ക
സിംഗിളോ ഡബിളോ ഇൻവേർട്ടർ കോമ ഇടാവുന്നതാണ്. മോണിക്ക ഈസ് ഈക്വൽ ടു, മോണിക്കയ്ക്ക് ഇഷ്ടം CS ആണെന്ന് നോക്കുക, അത് CS എന്നിട്ട് കൊടുക്കുക, എന്നിട്ട് എൻ്റർ ചെയ്യുക. ഇനി നമ്മൾ ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നവീൻ പൈത്തോൺ, കിരൺ ജാവ, ഹാർഷ് JS, മോണിക്ക CS. അപ്പോൾ നമുക്ക് മോണിക്ക എന്നുള്ളൊരു കീയും കൂടി നമുക്ക് കിട്ടിയിരിക്കണം. അപ്പോൾ മോണിക്ക ഇനി അടിച്ച് കഴിഞ്ഞാൽ അതിന് CS എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരു വാല്യൂ നമുക്ക് ഡിലീറ്റ് ചെയ്യണം. ഇപ്പോൾ ഹാർഷിൻ്റെ ഡേറ്റ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതിന് ഉപയോഗിക്കുന്നത് DEL. ഡിയിൽ നമുക്ക് ഏത് വേരിയബിളിനാണ് ഡേറ്റ, അല്ലെങ്കിൽ നമുക്ക് ഏത് വേരിയബിളിൽ നിന്നാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പേര് കൊടുക്കുക ഡേറ്റ. നമ്മൾ ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നതാണ് ഡേറ്റ. അതിനകത്ത് ഏത് പേരാണ് കളയേണ്ടത്, അപ്പോൾ അത് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഹാർഷ് എന്ന് ഇടുക, സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, അതിനുശേഷം എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഡേറ്റയിൽ നിന്ന് ഹാർഷ് എന്നുള്ള പേര് ഇപ്പോൾ ഡിലീറ്റ് ആയിരിക്കണം. അത് ഉറപ്പിക്കാനായിട്ട് നമ്മൾ വീണ്ടും ഡേറ്റ എന്നടിച്ച് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിവിടെ ഹാർഷ് എന്നുള്ള പേര് നമുക്കിവിടെ കിട്ടുന്നില്ല. ഉണ്ടാവും, ഇതിനകത്ത് ഒരിക്കലും ഹാർഷ് വരുന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ അപ്ഡേറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഞാനിവിടെ പ്രോഗ്രാം എന്നുള്ളത് നോക്കാം. പ്രോഗ് എന്നുള്ള കൊടുക്കുക. ഈസ് ഈക്വൽ ടു എന്നുള്ള വേരിയബിളിനകത്ത് നമ്മൾ ഒരു ഡിക്ഷണറി തയ്യാറാക്കണം. ഡിക്ഷണറി തയ്യാറാക്കാനുണ്ട് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു കള്ളി ബ്രാക്കറ്റാണ് ഉപയോഗിക്കുന്നത്. കള്ളി ബ്രാക്കറ്റിനകത്ത് JS എന്നുള്ള കീ കൊടുക്കുമ്പോൾ JS എന്നുള്ള കീ കൊടുക്കുകയാണ്. JS എന്നുള്ള കീ കൊടുക്കുമ്പോൾ നമുക്ക് വേണ്ടത് ആറ്റം എന്നുള്ള പേരാണ്. ആറ്റം എന്നുള്ള പേരാണെന്ന് വിചാരിക്കുക. ഇനി നമുക്ക് CS എന്നുള്ള പേര് കൊടുക്കുമ്പോൾ CS എന്നുള്ള കീ കൊടുക്കുമ്പോൾ നമുക്ക് വേണ്ടത് VS എന്നുള്ള വാല്യൂ ആണ് വേണ്ടതെങ്കിൽ, ഇനി നമ്മൾ പൈത്തണിന് കൊടുക്കുമ്പോൾ പൈത്തൺ എന്ന് കൊടുക്കുമ്പോൾ 2 വാല്യൂസ് വേണം. പൈച്ചാമിന് വേണം, സബ്ലൈമിന് വേണമെങ്കിൽ നമ്മൾ ഇവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിന് വേണം നമ്മൾ ഇതിട്ട് കൊടുക്കാനായിട്ട്. പൈച്ചാം കോമ അടുത്തത് സബ്ലൈം. ഇനി സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി പൈത്തോൺ എന്നുള്ള കീ അടിച്ചു കഴിഞ്ഞാൽ ഇത് 2 പേര് നമുക്ക് വരും. ഇനി നമുക്ക് ജാവ എന്നുള്ള കീ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരേണ്ടത്, അതിനകത്ത് നമ്മൾ വേറൊരു ഡിക്ഷണറി തന്നെ വീണ്ടും ഉണ്ടാക്കണം. ഡിക്ഷണറി ഉപയോഗിക്കുമ്പോൾ കള്ളി ബ്രാക്കറ്റിനകത്ത് JC എന്നുള്ള കീ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വേണ്ടത് നെറ്റ് ബീൻസ് എന്നുള്ള വാല്യൂ ആണ് വേണ്ടതെങ്കിൽ JEE നമ്മൾ വേറൊരെണ്ണം കൊടുക്കുകയാണ്. JEE എന്നുള്ളൊരു കീ കൊടുത്തു, കോളൻ ഇട്ടു. അപ്പോൾ നമുക്ക് വേണ്ടത് എക്ലിപ്സ് എന്നുള്ള പേരാണ്. എക്ലിപ്സ് എന്നുള്ള പേരാണ് വേണ്ടതെങ്കിൽ നമുക്കിങ്ങനെ ഒരു ഡിക്ഷണറിക്കകത്ത് മറ്റൊരു ഡിക്ഷണറി നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം ഇത് വർക്കാവുമെന്ന്. അപ്പോൾ ആദ്യത്തെ വർക്കായി, രണ്ടാമത്തത് ക്ലോസായി. അപ്പോൾ ആദ്യത്തെ കള്ളി ബ്രാക്കറ്റ് ക്ലോസായി. ഇനി രണ്ടാമത്തെ ഒരു കള്ളി ബ്രാക്കറ്റും കൂടിയുണ്ട്, അതും കൂടി ക്ലോസ് ആയിരിക്കുകയാണ്. ഇനി നമുക്കിത് വർക്കാവുമെന്ന് നോക്കാം. യെസ്, ഇവിടെ നമുക്കൊരു സിൻടാക്സ് എറർ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ വീണ്ടും പ്രോഗ്രാം എഴുതാനായിട്ട് നമ്മൾ നോക്കണ്ട. നമ്മൾ പ്രോഗ്രാമിൽ തെറ്റെവിടാന്ന് ഇവിടെ കാണിച്ചു തരും. നമ്മൾ ഇത് ഇവിടെ വെച്ച് Ctrl+C എടുത്ത് കോപ്പി എടുത്ത് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുക. ഇനി എന്താണ് കംപ്ലൈൻറ്റ് എന്നുള്ളത് നമ്മൾ നോക്കുക. അതിന് ശേഷം നമ്മൾ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇവിടെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കോമ ഇടാനായിട്ട് വിട്ടുപോയിരുന്ന പ്രശ്നം. അപ്പോൾ ഇവിടെ ഒരു കോമ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ ഈ എറർ മാറി കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ കംപ്ലൈൻ്റ് ഇല്ല. അപ്പോൾ ഇനി നമ്മൾ പ്രോഗ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാകും. JS എന്നുള്ള കീ അടിച്ചു കഴിഞ്ഞാൽ ആറ്റം കിട്ടും, CS എന്നുള്ള കീ അടിച്ചു കഴിഞ്ഞാൽ VS കിട്ടും, പൈത്തോൺ എന്നുള്ള കീ അടിച്ചു കഴിഞ്ഞാൽ പൈച്ചാം സബ്ലൈന് കിട്ടും, ജാവ എന്നുള്ള കീ അടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് മറ്റൊരു ഡിക്ഷണറി തന്നെ നമുക്ക് ഓപ്പണായി കിട്ടും.
അപ്പോൾ നമുക്ക് ഇതിനകത്തെ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണോ നോക്കണം. പ്രോഗ് ഓഫ് നമുക്ക് വേണ്ടത് JS എന്നാടി അടിച്ച് നോക്കാം. JS എന്നടിച്ച് കഴിയുന്നത് നമുക്ക് വേണ്ടത് ആറ്റം എന്നാണ്. പക്ഷേ ഇവിടെ ഒരു എററാണ് വന്നത്, കാരണം JSന് കോളൻ ഇട്ടില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. പ്രോഗ് ഓഫ് JS അടിച്ച് കഴിഞ്ഞാൽ സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആറ്റം എന്നാണ്. കണ്ടോ? ഇനി അതുപോലെ പ്രോഗ് ഓഫ് നമ്മൾ സിംഗിൾ ഇൻവേർട്ടർ കോമയ്ക്കകത്ത് CS എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് VS എന്നുള്ളതാണ്. ഇനി നമ്മൾ പ്രോഗ് ഓഫ് പൈത്തൺ കൊടുത്തു കഴിഞ്ഞാൽ പ്രോഗിനകത്ത് പൈത്തൺ കൊടുത്തു കഴിഞ്ഞാൽ പ്രോഗ് ഓഫ് പൈത്തൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. ഇവിടെ കൊടുത്തിരുന്ന പൈച്ചാമും കിട്ടി, സബ്ലൈനും കിട്ടി. അപ്പോൾ പൈച്ചാം എന്നുള്ളത് ഇവിടെ 0 ആണ്. നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിൽ പറഞ്ഞ പോലെ ഇത് 0th പൊസിഷനിൽ വരും ഇൻഡെക്സ്, ഇത് 1th ഇൻഡെക്സിൽ വരും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് സബ്ലൈൻ എന്ന് പറഞ്ഞാൽ 1th ഇൻഡെക്ഷനിലാണ്. നമുക്ക് ഈ സബ്ലൈൻ മാത്രമായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ അന്നേരം പ്രോഗ്രാം എഴുതി കൊടുക്കേണ്ടത് പ്രോഗ് ഓഫ് എന്താണത്, പൈത്തോണിനകത്ത് അല്ലേ. അപ്പോൾ അതിനകത്ത് പൈത്തോൺ അതിനകത്ത് 1 ഇടുക. അപ്പോൾ 1 എന്നിട്ട് 1 ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്തിട്ട് എൻ്റർ കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സബ്ലൈൻ ആണ്. ഇനി നമുക്ക് ഇതിനകത്ത് ഈ പൈത്തോണിൻ്റെ ഇവിടെ നമ്മളൊരു കോമായിട്ട് നോക്കാം, എന്തായിരിക്കും സംഭവിച്ചത് നോക്കാം. നമുക്ക് എന്താണ് കിട്ടുന്നത് നോക്കാം. പ്രോഗ് ഓഫ് പൈത്തോൺ സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. നമ്മളിവിടെ ഒരു കോമ ഇട്ടതിന് ശേഷം 1 ആണ് കൊടുക്കുന്നതെങ്കിൽ, സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 1 ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. ഇങ്ങനെ ഒരു വാല്യൂ ആയിരിക്കും കിട്ടും. പ്രോഗ് ഓഫ് പൈത്തോൺ കൊടുത്തു കഴിഞ്ഞാൽ പ്രോഗ് ഓഫ് പൈത്തോൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നതെന്ന് നോക്കാം. പൈച്ചാമും സബ്ലൈനുമാണ് കിട്ടുന്നത്. അതായത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് കോമ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനൊരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അത് എറർ ആയിരിക്കില്ല, നമുക്ക് സബ്ലൈൻ എന്നുള്ള വാല്യൂ ആയിരിക്കില്ല കിട്ടുന്നത്, പകരം ഇങ്ങനെ ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഡിക്ഷണറി ഉണ്ടല്ലോ, നമുക്കത് നോക്കാം. അതായത് ജാവ എന്ന കോളൻ അടിക്കുമ്പോൾ ഇവിടെ മറ്റൊരു ഡിക്ഷണറിയാണ് ഓപ്പൺ ആയി വരുന്നത്. നമുക്ക് അതിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് നോക്കാം. പ്രോഗ് ഓഫ് നമുക്ക് നോക്കാം. പ്രോഗ് ഓഫ് ജാവ എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് ആ ഡിക്ഷണറി തന്നെ ഓപ്പൺ ആയി കിട്ടണം. കണ്ടോ, അത് മറ്റൊരു ഡിക്ഷണറി തന്നെ ഓപ്പൺ ആയി കിട്ടും. അതിനകത്ത് JEയുടെ വാല്യൂ കൊടുക്കുമ്പോൾ എക്ലിപ്സ് കിട്ടണം. അതായത് പ്രോഗ് എന്നുള്ള വാല്യൂവിനകത്ത്, പ്രോഗ് എന്ന വേരിയബിളിനകത്ത് ജാവയ്ക്കകത്ത് JE അടിച്ചു കൊടുക്കുമ്പോൾ എക്ലിപ്സ് എന്നുള്ള വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ അന്നേരം കൊടുക്കേണ്ട കമാൻഡ് ഇതാണ്. പ്രോഗ് ഓഫ് അകത്ത് ജാവയ്ക്കകത്ത് കയറണം. ജാവ അത് സ്ക്വയർ ബ്രാക്കറ്റ് ഇത് ക്ലോസ് ചെയ്ത് നമുക്ക് വേണ്ടത് JEE എന്നുള്ള കീ ആണ്. അപ്പോൾ JEE എന്നുള്ള വാല്യൂ ഇട്ടു. അതിന് അങ്ങനെ ഒരു കീ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്ലിപ്സ് ആയിരിക്കും. എക്ലിപ്സ് എന്നുള്ള വാല്യൂ നമുക്ക് ഇതിനകത്തുനിന്ന് തിരിച്ചെടുക്കാൻ കിട്ടും. അതായത് തുടക്കം മുതൽ തുടങ്ങണം. പ്രോഗ്രാം പിന്നെ ഏതിനകത്താണ് വേണ്ടത്, ഏത് കീക്കകത്ത് മറ്റൊരു സബ് കീ ആണ് വേണ്ടതെന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ആദ്യത്തെ കീ ഇവിടെ അടിക്കണം ജാവ. അത് കഴിഞ്ഞ് അതിനകത്ത് സബ് കീ ഇതുപോലെ സ്ക്വയർ ബ്രാക്കറ്റ് എന്തെങ്കിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കീയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കീ ആയിട്ട് നമുക്ക് ഇൻറ്റിജറായിട്ട് നമ്പറുകൾ കൊടുക്കാം. അതല്ല നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ സ്ട്രിങ് നമ്മൾ കൊടുത്തിരിക്കുകയാണ് കീ ആയിട്ട്. ഇവിടെ വരുമ്പോൾ സ്ട്രിങ്ങിനകത്ത് നമ്മൾ മറ്റ് വേറൊരു കീ കൊടുക്കുമ്പോൾ അതിനകത്ത് വേറെ 2 വാല്യൂസ് ഇട്ട് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു കീക്കകത്ത് തന്നെ നമുക്ക് മറ്റൊരു ഡിക്ഷണറി തന്നെ നമുക്ക് വീണ്ടും തുറക്കാൻ കഴിയും എന്നാണ് മനസ്സിലാകുന്നത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം.